പഠിച്ചോനെ എന്താ ഇപ്പം ഇതിന് പറ്റിയേ? ഒരു കരിഞ്ഞ മണം വരുന്നുണ്ട്. ഇജായിരിക്കും ഇത് കേടുവരുത്തിയത്. ഏത് സമയത്ത് ഇജല്ല ഇതിന്റെ മുന്നിൽ വന്ന് കുത്തിരിക്കല്? നിങ്ങൾ ഇവിടെ വന്ന് കുത്തിരിക്കാറില്ലേ? ഒന്നടുത്ത് തരും ഞാന്. ഇജാടോ അത് കേടുവരുത്തിയേ? ഞാനൊന്നല്ല കേടുവരുത്തി, നിങ്ങളല്ലേ ടിവിന്റെ മുന്നിൽ എപ്പോഴും ഉണ്ടാല്. ഓന്റെ മോന്ത കണ്ടോ? ഓൻ തന്നെയാണ് ഇത് കേടുവരുത്തിയത്. പഠിച്ച തമ്പുരാൻ ഇനി എവിടെ പോയിട്ട് അതൊന്ന് നന്നാക്കി കൊണ്ടുവരിക? ആരെ വിളിച്ചിട്ട് അതൊന്ന് നന്നാക്കണത്? നിങ്ങൾ എന്തിനാ അങ്ങനെ കിടന്ന് ചാടണത്? ടി വി കേടാവുന്ന പതിവാ. ഞാൻ എന്റെ മൂത്ത കൂടി ഒന്നോട് തരൂ. 7 മണിക്ക് സീരിയല്, 7:30 സീരിയല്, 8 മണിക്ക് സീരിയല്, 8:30 സീരിയല്. ഇതൊക്കെ നീ ഏത് തറവാട്ട് പോയിട്ടാ കാണുന്നത്? പടച്ചോനെ, കണ്ടോ ഓന്റെ നോട്ടം കണ്ടോ? ഓൻ തന്നെയാണ് ഇത് പടക്കാക്കിയത്. ആരെങ്കിലും പോയിട്ട് ഇതൊന്ന് നന്നാക്കാൻ നോക്ക്. ഒരു പൊരയിൽ ടി വി ഇല്ലാതായിപ്പോ അതിനാട്ടും വലിയ വർക്കത്ത് കടിഞ്ഞ എന്താ ഉള്ളത്? പഠിച്ചോനെ, എനിക്ക് വയ്യ. എനിക്ക് പിന്നെയും വേണേ സംശയം. നോക്കണ കണ്ടില്ല, കുറുക്ക നോക്കണ മാതിരി. എന്നോട് ഞാൻ പറഞ്ഞു ആ ടി വിമോ കയ്യൊക്കെ ഇരുന്ന് പറഞ്ഞില്ല. ആ എനിക്ക് പിരാൻ തന്നെ. ഒരു കാര്യം ഞാൻ പറയാം, ചെയ്യാത്തൊരു കുറ്റത്തിന് ഇന്നെ ആക്രമിച്ച് വെറുതെ തീവ്രവാദിയാക്കണ്ട. ചില സമയത്ത് എനിക്ക് ഇന്നെ പിടിച്ചാ കിട്ടൂല. എന്താ ഇപ്പൊ പറഞ്ഞേ? മോനെ ഇങ്ങോട്ടാ? പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതിട്ടോ. പോടാ പോടാ. അല്ല, എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? എന്താ എല്ലാരും മിണ്ടാണ്ടിരിക്കുന്നത്? ഇവിടുത്തെ ടി വി ഇതാ കേടൊന്ന് കിടക്കണേ. ഓഹോ, പടച്ചോനെ, ഇവിടുത്തെ ടി വി കേടൊന്ന്? ആ, ഇവിടെ ടി വി ഇല്ല പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ഇന്ത്യ രാജ്യത്ത് ഏത് ടി വി കേടുന്നാലും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഈ വീട്ടിലെ ടി വി കേടുന്ന എനിക്ക് പൊള്ളും. എന്താ കാരണം? സ്നേഹം. അതൊന്നും പറഞ്ഞാ നിങ്ങൾക്ക് മനസ്സിലാവൂല. കേട്ടില്ല അമിനാജി, ഇങ്ങനെ മനുഷ്യന്മാര് വേണ്ടി. ഒരു എപ്പിഡോസ് മുടങ്ങിയാ പിന്നെ അത് കണ്ടു വീട്ടാൻ കഴിയൂല. നിങ്ങൾ അതൊന്നും ഓർത്ത് ബേജാറാവണ്ട. ഈ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരു എപ്പിസോഡ് മുടക്കൂല. ഞാൻ ഇത് ഞാൻ ഇപ്പൊ തന്നെ ശരിയായിക്കൊണ്ട് തരാം. അൽഹംദുലില്ലാ. അമിന മോനെ അന്ന പാട്ട് നല്ല മുറുക്കി പിടിച്ച മോനെ. വയറും പിടിച്ചോ. ഇത് വേണ്ടി വരുമോ? എന്ത് മുട്ടിഞ്ഞ വെയിറ്റാ. ഇന്നത്തെ എപ്പിഡോസ് കാണാൻ കഴിയുമെന്ന് വിചാരിച്ചല്ല. ടി വി കേടെന്നപ്പോ മനസ്സിലൊരു ലഡു കുടുങ്ങിയ മാതിരിയായി പോയി. എന്നാ ഇപ്പൊ ഞമ്മളെ ടി വി ദാവൂദ് നന്നാക്കി കൊണ്ടുവരാന്ന് പഠിച്ചോനറിയാം. ഞമ്മളെ ടി വി കേട് വന്നപ്പോ തന്നെ മാന് പുതിയ ടി വി വാങ്ങിയത് നന്നായി. ഇനി ഇടക്കിടക്ക് ഇവിടെ വന്ന് കാണാലോ. ഇവിടെ ടി വി വാങ്ങിയ ഞാനല്ലേ നിങ്ങൾക്ക് പറഞ്ഞേ. ഇത് നല്ല ടി വി ആണല്ലോ. ഏടാ ടി വി ഇടല്ലേ, കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇതല്ല അതിന്റെ റിമോട്ട്. സ്റ്റാർ സ്പോർട്സിൽ ക്രിക്കറ്റ് ഉണ്ട്. ഐഡി വല്യാപ്പേ ചാനലിടി. ക്രിക്കറ്റ് ഇട്ടാതി, സീരിയലൊന്നും വേണ്ട. മുണ്ടാതൊക്കെ ബഹൂലെ. നിങ്ങൾ സീരിയൽ ഇടിന്ന്. അതിന് സീരിയലിന്റെ സമയമായോ? സമയൊക്കെ ആയി. കമ്പനി ഫ്ലാറ്റ്, ഓഫീസ് കാർ, 24 hours ജോബ്. ഇത് മൊബൈൽ ഫോൺ. ബില്ല് കമ്പനി അടയ്ക്കും എന്ന് കരുതി 24 hours ഞോളെ വക കൊറേ തുളകണ്ട. നിങ്ങോളെ കണ്ണിന്റെ നേരെ നിങ്ങൾക്ക് കണ്ടുവിടെങ്കിൽ എണീറ്റ് പോയിക്കോളി. എനിക്കോളെ ഉണ്ടാതെ പോടാ. ചേട്ടൻ ഇപ്പൊ കാണാൻ പറ്റുമോ തോന്നില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. ശുക്കൂറെ, ഈ പഠിക്കുന്ന സമയത്ത് ടിവിയും ക്രിക്കറ്റും കണ്ട് നടന്നാൽ എങ്ങനെയാ? പഠിക്കാൻ പോയിട്ടൊന്നും വലിയ കാര്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ചെറുപ്പത്തിലെ പുസ്തകം എടുത്ത് സ്കൂളിൽ പോയിനെങ്കിൽ നമ്മളെ സച്ചിൻ ഉണ്ടാവുന്നു, സവാഗും ധോണിയും ഉണ്ടാവുന്നു. അതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നല്ലോണം പഠിച്ചില്ലെങ്കിലേ പരീക്ഷയ്ക്ക് തോറ്റുപോകും. പരീക്ഷയ്ക്ക് തോറ്റാലേ ഒരാളെ തോൽക്കുള്ളൂ. പക്ഷെ ക്രിക്കറ്റിൽ തോറ്റാലേ ഇന്ത്യ മൊത്തം തോറ്റുപോകും. പടച്ചോനെ നോക്കിയ ആമിനാജ് ഓന്റെ ഒരു ഇൽമ്. ഇത്രമാത്രം ഇൽമ എനിക്കുണ്ടെങ്കിലേ
ഇനി സ്കൂളിലൊന്നും പോണ്ട സുക്കൂറെ. പഠിക്കാൻ പോണേനുമാണ് ഒരു അതിര്. എനിക്ക് തന്നെ വിശ്വാസമാണ്. അല്ലെങ്കിൽ പിന്നെ ഓഫീസിൽ ആർക്കും അറിയാത്ത സീക്രട്ട് അല്ല നോക്കി ആ പെൺകുട്ടിന്റെ